എന്താണ് പറയാനുള്ളത് സമ്പത്ത് റോയ്? മൃത്യുവിനെക്കുറിച്ചാണ്. ആ മനുഷ്യർക്ക് മൃത്യു ഉണ്ടാവുമ്പോൾ ആ സമയത്ത് അവർക്ക് എന്താണ് അനുഭവപ്പെടുക? പിന്നീട് അവരുടെ ഗതി എന്തായിരിക്കും? അതുകൊണ്ട് അവരുടെ ഭാവവും മറ്റും എങ്ങനെയുള്ളതായിരിക്കണം? മൃത്യുവിന്റെ സമയത്ത് രണ്ട് രണ്ട് വെവ്വേറെ അവസ്ഥകൾ ഉണ്ടാവുന്നു. ഒന്ന് അജ്ഞാനാവസ്ഥയിലുള്ള മൃത്യു, മറ്റൊന്ന് ജ്ഞാനാവസ്ഥയിലുള്ള മൃത്യു. അജ്ഞാനാവസ്ഥയിൽ മനുഷ്യർക്ക് മൃത്യു ഏർപ്പെട്ടാൽ ആ സമയത്ത് ഇത് ദേഹത്തിന്റെ അവസ്ഥയുടെ മാറ്റമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അവർക്കപ്പോൾ തോന്നും ഞാൻ മരിക്കുകയാണ് എന്ന്. ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകണമല്ലോ, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമല്ലോ. ആ ചിന്തയിൽ അവർ ചെന്നെത്തുന്നു. മൃത്യുവിൻ്റെ സമയത്ത് ശരീരത്തിൽ ഭയങ്കര വേദനയുണ്ടാവുന്നു. ഈ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം വേദനയുണ്ടാവുന്നു. എല്ലാവർക്കും ഉണ്ടാവുമോ? മെജോറിറ്റി ഓ, മജോറിറ്റി അതായത് എക്സെപ്ഷന് ആരെങ്കിലും ഉണ്ടാവും, സാധാരണ വേദന ഉണ്ടാവും. ആർക്കെങ്കിലും ഒരു സെക്കൻഡിനുള്ളിൽ മൃത്യു ഏർപ്പെടുകയാണെങ്കിൽ, ആക്സിഡന്റിൽ ആക്സിഡന്റിലോ ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ? പെട്ടെന്ന് മരണം ഉണ്ടാവുന്നു. എന്റെ പിതാവിന്റെ മരണം അതുപോലെയായിരുന്നു. അദ്ദേഹം പ്രവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട്. ഒരു സെക്കൻഡിലോ? ആ. അത് തന്നെ കൂടുതലാണ്. ഓ. ഒരു സെക്കൻഡ് തന്നെ വളരെ കൂടുതലാണ്, ലേറ്റാണ്. മൃത്യുവിന്റെ സമയം ഒരു സെക്കൻഡ് ആയിരുന്നാൽ അത് സമയം കൂടുതലായിരുന്നു, ലേറ്റായിരിക്കുന്നു. അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടന്നിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്തിനുള്ളിൽ അനുഭവം ഉണ്ടാകുമോ? ആ അനുഭവം ഉണ്ടാവും. കൂടുതൽ ദൈർഘ്യമുണ്ടാവില്ല, കുറഞ്ഞിരിക്കും, എന്നാൽ തീർച്ചയായും ഉണ്ടാവും. നാം പറയാറുണ്ട് അവരത് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം, ജീവൻ പോകുന്നത് പോലെയുള്ള തോന്നലുണ്ടാവണം, ബോധമില്ലാതാവണം, കുറേ ദിവസങ്ങളോളം കോമയിലായിരിക്കണം, അപ്പോൾ അവർക്ക് തോന്നും അതാണ് വേദനയെന്ന്. എന്നാൽ പെട്ടെന്ന് ആക്സിഡന്റിൽ മരിക്കുന്നു, ഹാർട്ട് അറ്റാക്കിൽ മരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവർക്ക് വേദന ഉണ്ടാവില്ല എന്ന് തോന്നാറുണ്ട്. അവർ നല്ല വിധത്തിൽ മരിച്ചെന്ന് തോന്നും. അല്ല, മൃത്യുവിന്റെ സമയത്ത് മരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന എന്താണ് എന്നറിയാൻ കഴിയൂ. സമയത്തിന്റെ പരിധിക്ക് അതിൽ പങ്കില്ല. സമയം കൂടിയാലും കുറഞ്ഞാലും യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നില്ല. ഓഫ് കോഴ്സ് കോമയിലായിരിക്കുന്നവർക്ക് കൂടുതലുണ്ടാവും, എന്നാൽ അങ്ങനെ മരിക്കുന്നവർക്കും തീർച്ചയായും കുറച്ചെങ്കിലും വേദന ഉണ്ടായിരിക്കും, തീവ്രവേദന ഉണ്ടാവും. പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ പോവുകയല്ലേ, തീവ്രമായ വേദനയിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നു. എന്നാൽ സമയം കുറവായതുകൊണ്ട് അവരുടെ ചിന്തയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയുണ്ടോ? ചിന്തിക്കാനൊന്നും അവരുടെ പക്കൽ സമയമുണ്ടാവില്ല, ചിന്തിക്കാനുള്ള സമയമില്ല, ജാഗരൂകതയ്ക്കുള്ള സമയമുണ്ടാവില്ല. അതേ സമയത്ത് നമുക്ക്. അതുകൊണ്ടല്ലേ പറയുന്നത് മരണം എങ്ങനെയായിരിക്കണം? നാച്ചുറൽ ആയിരിക്കണം. നാച്ചുറൽ ഡെത്ത്, നാച്ചുറൽ മൃത്യു എന്ന് പറഞ്ഞാൽ ഫുൾ അവയർനെസ്സോടെ മൃത്യു ഏർപ്പെടുന്നു. ഒന്നിനു പുറകെ ഒന്ന്, ഒന്നിനു പുറകെ ഒന്ന് എന്നിങ്ങനെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം സ്വയം നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു. അതാണ്. അത് അനുഭവിക്കാനാവുമോ? അത് അനുഭവിക്കാൻ കഴിയും. ഞാൻ പലരും അങ്ങനെ മരിക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. അവർ വിശദീകരിച്ചു കൊണ്ടിരിക്കും, ഇതാ ഇപ്പോഴെൻ്റെ ജീവൻ കാലിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കയ്യിൽ നിന്നും ശരീരത്തിൽ നിന്നും പോയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴൊന്നും പറയാനാവുന്നില്ല, ഇപ്പോൾ കാത് കേൾക്കുന്നില്ല, കാഴ്ച നിലച്ചുപോയി, ഓരോന്നോരോന്നായി വിവരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആംഗ്യം കൊണ്ട് പറയും, എൻ്റെ ഉള്ളിൽ ശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കാനുള്ള ശേഷിയില്ല. ഉള്ളിൽ ഞാൻ ശുദ്ധാത്മാവാണ് ശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ് ആത്മാവ് പുറത്തു കിടക്കുന്നു, ഞാനല്ല. ഈ ഫുൾ അവയർനെസ്സോടെ അവരുടെ ദേഹം ഉപേക്ഷിക്കപ്പെടുന്നു. ഇതിനെയാണ് സമാധി മരണമെന്ന് പറയുന്നത്. ആത്മാവ് അവരിൽ നിന്ന് വേറെയാണെന്ന അവയർനെസ് ഉണ്ടാവുകയില്ല. എന്നാൽ ഇങ്ങനെയും ചില സാത്വികന്മാർക്ക് അനുഭവപ്പെടാറുണ്ട്. ശരീരത്തിൻ്റെ ഈ അംഗം നിർജീവമാവുന്നു, ഇതാ
എനിക്ക് മരണം സംഭവിക്കാൻ പോവുകയാണ് എന്ന്, ശരീരം മരിക്കുകയാണ്. ഇല്ല. ഇങ്ങനെ രണ്ടും വെവ്വേറെ അവയർനെസ്സിലായിരിക്കും. ഈ മൃത്യുവിനെ നാച്ചുറൽ മൃത്യു എന്ന് പറയുന്നു. അതിൽ വേദനയും അനുഭവപ്പെടുന്നതല്ല. ആത്മീക ജ്ഞാനത്തോടെ മരിക്കുന്നവർക്ക് ആനന്ദം, പരമാനന്ദമായിരിക്കും ഉള്ളത്. ആത്മാവിൽ ശരീരത്തിന് ദുഃഖമുണ്ടാവും, ശാരീരികമായ വേദനയുണ്ടാവും, ശാരീരികമായ കർമ്മഫലമനുസരിച്ച് കണക്കുകൾ മുഴുവനാവും. എന്നാൽ ഉള്ളിൽ അവർക്ക് ആനന്ദമുണ്ടാവും. ദേഹം ഉപേക്ഷിക്കുകയാണെങ്കിലും അവർക്ക് ആനന്ദമുണ്ടായിരിക്കും. അവർക്ക് നല്ല ബോധമുണ്ടായിരിക്കും, ഈ ശരീരമാണ് മരിക്കുന്നത്, ഞാനല്ലെന്ന്. കാശിയിൽ മൃത്യു ഏർപ്പെട്ടാൽ സ്വർഗം ലഭിക്കുന്നു, സദ്ഗതി ലഭ്യമാവും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. എങ്കിൽ സ്വർഗത്തിനും കാശിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാശിയിൽ ധാരാളം ജനങ്ങൾ മരിക്കുന്നുണ്ടല്ലോ, എത്രയോ പേർ. കാശിയിൽ നായ, പൂച്ച, കന്നുകാലികളെല്ലാം മരിക്കുന്നുണ്ട്. അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുമോ? ഗംഗയിൽ മുങ്ങിക്കുളിക്കുമ്പോഴും പലരും മരിക്കുന്നുണ്ട്, അവരും പോവില്ല. ഹിമാലയത്തിൽ ചെന്ന് മരിച്ചാലും ശരി, കാശിയിൽ മരിച്ചാലും ശരി, ഗംഗാനദിയിൽ മരിച്ചാലും ശരി, സ്വർഗത്തിലെത്താനാവില്ല. മരണസമയത്ത് ഉണ്ടായിരിക്കേണ്ട അവയർനെസ് എന്താണ്? യാ മതി സാ ഗതി. ഇത് ശാശ്വതമായ ചൊല്ലാണ്. മൃത്യുവിന്റെ സമയത്ത് നമ്മുടെ മതി, അതായത് ആന്തരികമായ പരിണാമം എന്താണ്, അതിൻ്റെ കണക്ക് പ്രകാരമാണ് മോക്ഷം ഉണ്ടാവുന്നത്. വേദന കാരണം നിലവിളിച്ചുകൊണ്ടിരുന്നാലും, ലോകത്തിലേതെങ്കിലും ഒന്നിലുള്ള മോഹം കൊണ്ട് വേദനിച്ചാലും, ചില മനുഷ്യരങ്ങനെയും ഉണ്ടായിരിക്കും. മരണസമയത്ത് എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? അവർ പറയും, എൻ്റെ 4 മക്കളുടെ വിവാഹം കഴിഞ്ഞു, 5ാമത്തവൾക്ക് ഇനിയും വിവാഹം കഴിഞ്ഞിട്ടില്ല, അവളുടേതും കൂടി കഴിഞ്ഞാൽ ഞാൻ സമാധാനത്തോടെ മരിക്കുമായിരുന്നു. അയാൾ മരിക്കേണ്ടതാണ്, അതാണ് അയാളുടെ യോഗം. പക്ഷേ അയാൾ മരിക്കുന്നില്ല. അയാളുടെ 4 മക്കളും പറഞ്ഞു, അച്ഛാ, നിങ്ങൾ യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, സമാധാനത്തോടെ മരിച്ചോളൂ, ഞങ്ങൾ അനിയത്തിയുടെ വിവാഹം നന്നായി നടത്തിക്കൊടുത്തോളാം. അയാൾ ഉടനെ പറഞ്ഞു, നിനക്കെന്തറിയാനാ, നീ ഇപ്പോഴും ചെറുപ്പമല്ലേ, വന്നിരിക്കുന്നു. പിന്നീട് മകളെ പറഞ്ഞയക്കും. ഏട്ടന്മാരെല്ലാവരും കൂടി അവളെ പറഞ്ഞ് മനസ്സിലാക്കി അയക്കും. അച്ഛൻ്റെ അടുത്ത് ചെന്ന് നീ തന്നെ അച്ഛനോട് പറ, നോക്കച്ഛ, എന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കാതെ നല്ല മുറയിൽ അച്ഛൻ മരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു കൊടുക്ക്. മകൾ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയും, അച്ഛാ, നിങ്ങൾ എന്നെക്കുറിച്ച് വിഷമിക്കാതിരിക്കെ, എനിക്ക് ഏട്ടന്മാരെ നല്ല വിശ്വാസമുണ്ട്, അവരെൻ്റെ വിവാഹം നന്നായി നടത്തിത്തരും. അപ്പോൾ അച്ഛൻ എന്താണ് പറയുക? ഇവള് കുഞ്ഞാണ്, ഇവൾക്ക് ബുദ്ധിയില്ല, വിഷമിക്കാതിരിക്കുന്നത് എങ്ങനെയാ, ഇവൾ എന്നെ ഉപദേശിക്കാൻ മാത്രമായോ? ഓ, ഇയാൾക്ക് ബുദ്ധിയുടെ ഭണ്ഡാരമല്ലേ, ആ ബുദ്ധി വിറ്റാൽ 5 പൈസ പോലും കിട്ടില്ല. ആ സമയത്ത് മരിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക? ഗതി നശിച്ചു പോവും. യാ മതി സാ ഗതി. നിറുമജി, താങ്കൾ പറഞ്ഞില്ലേ സമാധി മരണമാണ് നല്ലതെന്ന്. മഹാത്മാക്കൾക്ക് സമാധി മരണം ഉണ്ടാവണമെങ്കിൽ അവരെന്തെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? അഥവാ സമാധി മരണം പ്രാപ്തമാക്കണമെങ്കിൽ അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥനയൊന്നും വേണ്ട. മരണത്തിന്റെ സമയത്ത് നാം ഫുൾ അവയർനെസ്സോടെ, സമ്പൂർണ്ണ അവബോധത്തോടെ ഇരിക്കേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓരോ നിമിഷവും ഓരോ ക്ഷണവും അവബോധമുള്ളവരായിരിക്കണം. അവസാന നേരത്ത് പ്രാർത്ഥിച്ചാലൊന്നും ആർക്കും അവബോധം ഉണ്ടാവില്ല. പറഞ്ഞു കേട്ടിട്ടില്ലേ, വയസ്സാവുമ്പോൾ ഞങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കും, മരിക്കുന്ന സമയത്ത് രാം രാം എന്ന് ജപിച്ചാൽ നമ്മുടെ ഗതി മോക്ഷത്തിലായിരിക്കുമെന്നൊക്കെ. അങ്ങനെ അവസാന നിമിഷത്തിലൊന്നും നടക്കില്ല. ജീവിതം മുഴുവനും എന്താണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബാലൻസ് ഷീറ്റാണ് ഉണ്ടാവുക. പെട്ടെന്ന് ജപിച്ചതുകൊണ്ടൊന്നും അത് ഉണ്ടാവില്ല. ജീവകാലം മുഴുവനും ഞാൻ അവന്റെ കഴുത്ത് വെട്ടും, ഇവന്റെ പോക്കറ്റ് അടിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മരിക്കുന്ന സമയത്ത് എന്താ, ഭഗവാൻ പ്രത്യക്ഷനാവുമോ? ശ്രീരാമൻ വരുമോ? അവരെങ്ങനെ വരും? ശ്രീരാമൻ ആരുടെയും കഴുത്ത് വെട്ടിയിട്ടില്ല, പിന്നെ അദ്ദേഹം എങ്ങനെ വരും? അദ്ദേഹം വരില്ല. കഴുത്ത് വെട്ടുന്നവർക്ക് വേണ്ടി മരണസമയത്ത് കഴുത്ത് വെട്ടുന്നവരെ വരൂ. ജീവകാലം മുഴുവനും കഴുത്ത് വെട്ടിയവരുടെ കഴുത്ത് വെട്ടാൻ അവർക്ക് അധികാരമുണ്ട്. ഭഗവാൻ വരാൻ പോകുന്നില്ല.
ജീവകാലം മുഴുവനും നല്ലത് ചെയ്താൽ അവർക്ക് വരും. ജീവകാലം മുഴുവനും ഞാൻ ആത്മാവാണ്, ഞാൻ ദേഹസ്വരൂപമല്ല, ഞാൻ ശുദ്ധാത്മാവാണ്, ഞാൻ ശ്രീരാമനല്ല എന്ന് ജീവകാലം മുഴുവനും ഇതുപോലെയുള്ള അവബോധത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവർ മരിക്കുന്ന സമയത്തും അതേ അവബോധത്തോടെ തന്നെ ഉണ്ടായിരിക്കും. പറഞ്ഞു കേട്ടിട്ടില്ലേ, സ്കോളർ സ്റ്റുഡൻ്റ് ഇല്ലേ, നിങ്ങൾ പ്രൊഫസർ അല്ലേ, നിങ്ങൾക്കറിയാമായിരിക്കും. സ്കോളർ സ്റ്റുഡൻറ്റിന് എപ്പോഴും എക്സാം വന്നാലും യെസ് എക്സാം നടന്നോട്ടെ, ഞാൻ റെഡിയാണ്. കാരണം എവറിഡേ ദേ ആർ റെഡി ഫോർ ഇറ്റ്. അവർ എക്സാം വരുമ്പോൾ മാത്രം ആ 15 ദിവസം പഠിച്ച ശേഷം കോപ്പി അടിച്ച് പാസ്സാവുന്നവരല്ല. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും നല്ലത് നടക്കില്ല, അവർ പാസ്സാവില്ല. ബട്ട് എവറിത്തിങ് ഈസ് റെഡി, ലെറ്റ് ദ എക്സാം കം. എല്ലായ്പ്പോഴും തയ്യാറായിരിക്കുന്നവർക്ക്, ഓക്കെ എന്ന് പറയുന്നവർക്ക് പാസ്സാവാൻ സാധിക്കും. ഇതും ഒരു ടെസ്റ്റ് എക്സാമിനേഷനാണ് മനുഷ്യർക്ക്. മനസ്സിലായില്ലേ? മരിക്കുന്ന സമയത്ത് രാമനാമം ജപിച്ചാൽ നല്ല ഗതിയിലേക്ക് പോകുമോ, അതോ മരിക്കുമ്പോൾ അവബോധം ഉണ്ടാവണമോ? ഒരു മാതാവുണ്ടായിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ നടന്ന സംഭവമാണിത്. ബറോഡ ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു. അവിടെ രാം കബീർ ഭക്തർ എന്ന ചിലർ അവിടെയുണ്ട്. അവരുടെ സമ്പ്രദായം എല്ലാം വ്യത്യസ്തമായിരുന്നു. അവിടെയുള്ള സ്ത്രീകൾ ദാദാ ഭഗവാന്റെ അടുത്ത് വരുമായിരുന്നു. അവർക്ക് ദാദാ ഭഗവാന്റെ ജ്ഞാനം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ അത് വിട്ടിട്ട് ദാദാ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഗ്രാമത്തിലുള്ളവരെല്ലാം അവരുടെ ഇഷ്ടം പോലെ എന്തൊക്കെയോ ദുഷിച്ചു. ദാദാ ഭഗവാൻ ബറോഡയിലേക്ക് പോകുമ്പോഴൊക്കെ ഇവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ജ്ഞാനം സ്വീകരിക്കും. ഗ്രാമത്തിലുള്ളവരെല്ലാം, ചെറിയ ഗ്രാമത്തിൽ പരദൂഷണം കൂടുതലുണ്ടാവുമല്ലോ, ഇവളുമാരേതോ ദാദാ ഭഗവാനെ തേടി പോകുന്നത് കണ്ടില്ലേ, നമ്മുടെ ആചാരങ്ങൾ ഉപേക്ഷിച്ച് ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു. പക്ഷേ അവരതിനെപ്പറ്റിയൊന്നും വിഷമിച്ചില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുന്നു. ആ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീ, അവർക്ക് പെട്ടെന്നെന്തോ വലിയ രോഗം ബാധിച്ചു. രോഗം എന്താണെന്ന് അവർ തന്നെ കണ്ടുപിടിച്ചു. അവർക്ക് വളരെ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു അവർക്ക് രോഗം സുഖമാവില്ല എന്ന്. കൂടുതൽ പ്രായമൊന്നും ആയിരുന്നില്ല, 40-42 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മക്കളെല്ലാവരും അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഡോക്ടർ അവരോട് പറഞ്ഞു, ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ, കുറച്ച് ദിവസത്തിനകം ഇവർ മരിച്ചു പോവും എന്ന്. കുറച്ച് ദിവസം കൂടിയല്ല, 2-3 ദിവസമേ ജീവിച്ചിരിക്കൂ എന്നോ മറ്റുമാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് സ്വന്തക്കാരെല്ലാം ചോദിച്ചു, എന്താ നിങ്ങളുടെ മകനെയും മകളെയും മരുമക്കളെയും എല്ലാം അമേരിക്കയിൽ നിന്ന് വിളിപ്പിക്കട്ടെ, എല്ലാവരും വന്നോട്ടെ, എല്ലാവരും വന്നാൽ നല്ലതല്ലേ. ആ സ്ത്രീ പറഞ്ഞു, അതൊന്നും വേണ്ട, അതിൻ്റെ ഒരാവശ്യവുമില്ല, ആരെയും വിളിപ്പിക്കണ്ട. എല്ലാവരും പറഞ്ഞു, നോക്കൂ, നിങ്ങൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ലെന്നറിയാമോ? അവർ പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, 2-3 ദിവസത്തെ അതിഥിയാണ് ഞാൻ. അപ്പോഴവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മകനെയും മകളെയും മരുമക്കളെയും മറ്റും കണ്ടിട്ട് മരിച്ചോളൂ, അവരുടെ മുഖമെങ്കിലും കാണാമല്ലോ, അവരും നിങ്ങളുടെ മുഖമൊന്ന് കണ്ടോട്ടെ, വിളിപ്പിച്ചോളൂ. അവർ പറഞ്ഞു, എനിക്ക് ആരുടെയും മുഖം കാണണമെന്നില്ല, അവരെല്ലാം ഞാൻ മരിച്ച ശേഷം കണ്ടുകൊള്ളാം എന്ന്. എന്തുകൊണ്ട്? കാരണം മരിക്കുമ്പോൾ സ്വന്തക്കാരും എൻ്റെ അടുത്ത് ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ആത്മാവിലിരിക്കാൻ അനുവദിക്കൂ. ഇവരെല്ലാവരും വന്ന് അവരെ കണ്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ അവരോട് മോഹമുണ്ടായാൽ ആ സമയത്ത് എന്താണ് സംഭവിക്കുക എന്നെനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ വശത്ത് നിന്ന് യാതൊരു റിസ്ക്കും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആരെയും വേണ്ട. എന്നെ ആത്മാവിലിരിക്കാൻ അനുവദിക്കൂ. മരിക്കുന്ന സമയത്ത് ഞാൻ ആത്മാവിൽ തന്നെ മരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് വളരെ ഭയങ്കരമായ രോഗം ബാധിച്ചിരുന്നു, വേദനയുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുഖത്ത് ഒരു ചലനം പോലും ഇല്ലായിരുന്നു, ലക്ഷണം പോലുമില്ല. എന്തൊക്കെ നടന്നാലും എനിക്കല്ല, ദേഹത്തിനാണത്. അവരെക്കുറിച്ച് വിവരങ്ങൾ അറിയാൻ വരുന്നവരോട് പറഞ്ഞു, എന്നെ കാണാൻ വരുന്നവരെ ഞാനും കാണുന്നുണ്ട്. ആരെക്കുറിച്ച് അറിയാനാണോ വരുന്നത് അവരെക്കുറിച്ച് എനിക്കും അറിയാം.
ദാദാജി പറഞ്ഞ ഈ കാര്യം അവരുടെ ബുദ്ധിയിൽ ഉറച്ചുപോയി. ഇതേ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ ശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമാധിയിൽ അവർ മൃത്യു വരിക്കുകയുണ്ടായി. അതുപോലെ അവരുടെ അരികിൽ തന്നെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും മരണം ഒരേ സമയത്താണ് നടന്നത്. അവരും രോഗിയായിരുന്നു. ഗ്രാമീണ സ്ത്രീ. അവർ രാം കബീർ രാം കബീർ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ പറഞ്ഞു രാം കബീർ രാം കബീർ രാം രാം എന്ന് പറഞ്ഞു. അവരവർക്ക് ആരാണോ ഭഗവാൻ അവരുടെ നാമം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു. അവർ വേദന സഹിക്കാനാവാതെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ബന്ധുക്കളൊക്കെ പറഞ്ഞു, അമ്മേ നിലവിളിക്കാതിരിക്കൂ, രാം രാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ, ഹേ രാം ഹേ രാം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്തിനാണ് രാമനാമം പറയുന്നത്? എനിക്ക് ഇവിടെ വേദനിക്കുന്നു. മരണസമയത്ത് വേദനിക്കുമ്പോൾ ഭഗവാന്റെ നാമം പറയാൻ പോലും വേദന അനുവദിക്കാതെ പോകുമോ? ആത്മാവിലിരുന്നാൽ മാത്രമേ അതിന് സാധിക്കൂ, അല്ലാതെ ഒരിക്കലും അതിന് സാധിക്കില്ല. അങ്ങനെ അവിടെ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം തോന്നി ഈ ദാദാ ഭഗവാന്റെ പേരിൽ എന്തോ ഉണ്ട്, അതിലെന്തോ ഒരു ശക്തിയുണ്ട് എന്ന്. കാരണം അവർ രണ്ടുപേരുടെയും മരണം കണ്ടിരിക്കുന്നു. ഇവർ കരഞ്ഞ് നിലവിളിച്ചാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരാൾ സമാധി മൃത്യു അടഞ്ഞു. ഗ്രാമത്തിലുള്ളവരെല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ടു. എനിക്ക് അതേ ഗ്രാമത്തിലേക്ക് പോവേണ്ട സന്ദർഭമുണ്ടായി. അവിടെയുള്ളവർ എന്നെ ഇൻവൈറ്റ് ചെയ്തു, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരൂ, ഈ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം ദാദാ ഭഗവാന്റെ ജ്ഞാനം തരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒപ്പോസ് ചെയ്തിരുന്ന ആ ഗ്രാമീണരെല്ലാവരും, അതൊരു ചെറിയ ഗ്രാമമായിരുന്നു, അവിടെയുള്ളവരെല്ലാം കുറച്ചുപേരേ ഉള്ളൂ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി ജ്ഞാനം നേടി. എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ പേര് രാമനാമം പറയാൻ സാധിക്കുന്നില്ല അല്ലേ? ജീവകാലം മുഴുവനും അതിൽ തന്നെ ലയിച്ചാലേ അതിന് സാധിക്കൂ, അല്ലെങ്കിൽ പറ്റില്ല. മരിക്കുന്നതിന് മുൻപ് തന്നെ അവബോധമുണ്ടായിരിക്കണം. മരണസമയത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവുന്ന സമയത്ത്, അവയർനെസ് ഉണ്ടാവുമ്പോൾ അന്നു മുതൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. എനിക്ക് എപ്പോഴാണ് മൃത്യു ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു വിവരവുമില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. 1968 എനിക്ക് ആദ്യമായി അനുഭവം ഉണ്ടായതാണ് ഞാൻ പറയുന്നത്. ഞാൻ ജ്ഞാനദീക്ഷ വാങ്ങിയപ്പോൾ, ജ്ഞാനദീക്ഷ ലഭിച്ചപ്പോൾ എനിക്ക് 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മരിക്കുമെന്ന ചിന്ത പോലും ഉണ്ടാവില്ല. അതായിരുന്നു പ്രായം. എന്നാൽ ഈ ദേഹവും ആത്മാവും വെവ്വേറെയാണ് എന്ന ജ്ഞാനമുണ്ടായപ്പോൾ ഞാൻ ശുദ്ധാത്മാവാണ്, ഈ അവബോധം കോൺസ്റ്റന്റായി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇന്നും എനിക്ക് അതേ അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചെറുപ്പകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിലെ ചിന്ത ഇതായിരുന്നു, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബോധം, ഞാൻ ആത്മസ്വരൂപമാണെന്ന ബോധം, ഈ അവയർനെസ് ഉണ്ടായപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും എന്നിൽ നിന്ന് പോവാൻ പാടില്ല. കാരണം എൻ്റെ ഉള്ളിലേക്ക് വലിച്ചിരിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാനാവുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. വീണ്ടും അത് ഉള്ളിലേക്ക് പോകുമോ ഇല്ലയോ എന്നും അറിയില്ല. ഏത് നിമിഷമാണ് ശ്വാസം നിലച്ചു പോവുക? എൻ്റെ അടുത്ത് അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ ശ്വാസവും ശ്വസിക്കുന്ന സമയത്ത് ഞാൻ ശുദ്ധാത്മാവാണ് എന്ന അവയർനെസ്സോടിരിക്കും. അതെൻ്റെ മനസ്സിൽ നന്നായി പതിഞ്ഞിരുന്നു. പിന്നെ മൃത്യുവിൻ്റെ കാര്യം നിസ്സാരമല്ലേ? എപ്പോൾ മരിക്കണമെങ്കിലും മരിക്കട്ടെ, ഐ എം റെഡി. ഞാൻ ശുദ്ധാത്മാവാണ്, എനിക്ക് മൃത്യുവില്ല. എൻ്റെ ശ്വാസം നിലച്ചാൽ എല്ലാം നിൽക്കും. ഈ അവയർനെസ്, അതാണല്ലോ ചോദ്യം. നമുക്ക് എങ്ങനെയുള്ള അവയർനെസ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് ചോദ്യം. മരണസമയത്ത് എപ്പോഴും അതുണ്ടായിരിക്കണം. ഓരോ ക്ഷണം അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ 5-10 മിനിറ്റിലുണ്ടായിരിക്കണം. പക്ഷേ ഈ അവയർനെസ്സോടെ ജീവിക്കാൻ പഠിക്കണം. ഈ അവയർനെസ്സോടെ ഇരുന്നാൽ ഒരു ദിവസം തീർച്ചയായും എവരി മൊമെന്റിലും അതുണ്ടാവും. എന്നിട്ട് മൃത്യുവിൻ്റെ സമയത്ത് ഷുവർ 100% ഉണ്ടായിരിക്കും. ദാദാജി പറഞ്ഞു, ഇതേ ജ്ഞാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ മൃത്യുവിൻ്റെ സമയത്ത് നിനക്ക് തീർച്ചയായും ആത്മജ്ഞാനമുണ്ടായിരിക്കും. നീ ആത്മാവിൽ തന്നെ ഇരിക്കുകയും ചെയ്യും എന്ന്. മറ്റൊരു കാര്യവും നിന്നെ സ്പർശിക്കില്ല.
മനസ്സിലായോ? നിങ്ങൾ എന്താണ് ചോദിച്ചത്? നിർമ്മജി, മൃത്യുവിന്റെ സമയത്ത് ജ്ഞാനമുണ്ടാകുന്നു. ആ സമയത്ത് ലൗകിക കാര്യങ്ങൾ കടന്നുവരുന്നു. ആ സമയത്ത് ലൗകികത കൂടുതലാവുമ്പോൾ അപ്പോൾ കുടുംബത്തിലെ മറ്റ് ഫയൽസിനോട് പറയേണ്ടി വരും, പണം എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഈ കാര്യത്തിന് ഇത്ര പണം കൊടുക്കണം, ബാങ്കിൽ ഇത്ര പണമുണ്ട്. അപ്പോൾ ഒരു ക്ഷണനേരത്തേക്കെങ്കിലും അവിടെ മൃത്യു കടന്നു വരുന്നു. ആത്മാവ് പുറത്തു കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ലൗകിക കാര്യങ്ങൾ ആ സമയത്ത് പ്രശ്നമുണ്ടാക്കുമോ? ഉണ്ടാക്കും. വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏതെങ്കിലും വികാരം, അതായത് ലോഭം, മായ, മോഹം, ലോഭം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മൃത്യുവിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗതി നശിച്ചു പോകുന്നതാണ്, മോക്ഷം നഷ്ടപ്പെടുന്നതാണ്. ഇതാണ് നിയമം. അതുകൊണ്ട് കബീർദാസ് പറഞ്ഞത് ഓർമ്മിക്കേണ്ടതാണ്. खा पी खिलाई दे कर ले अपना काम, हे न मरते समय संग न चले बदाम. हे नरो मरते समय संग न चले बदाम. തിന്നുവിൻ, കുടിക്കുവിൻ, എല്ലാം ചെയ്ത ശേഷം മരിക്കുന്ന സമയത്ത് പണത്തെക്കുറിച്ച് ചിന്തിക്കാനായി പണം സമ്പാദിച്ചാലല്ലേ ഇതൊക്കെ. എന്തൊക്കെയുണ്ടോ അതെല്ലാം മുൻപേ തന്നെ ചിലവാക്കി കളയൂ. എന്താ? പിന്നെന്താണ് ആവശ്യം? യാതൊന്നും നമ്മെ ബന്ധനസ്ഥർ ആക്കാൻ പാടില്ല. എല്ലാ വ്യവഹാര ബന്ധങ്ങളിൽ നിന്നും വിമുക്തരാവൂ. അങ്ങനെയുള്ള വിചാരമുണ്ടാവണം. മനസ്സിലെല്ലാം നടന്നു കഴിഞ്ഞു, പുറമേ ഉള്ളതിനെക്കുറിച്ച് എന്തറിയാനാ? അതിനാണല്ലോ ഇപ്പോഴൊക്കെ ഒസ്യത്തിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വിൽപത്രം എഴുതി വെച്ചേക്കൂ. പ്രശ്നമുണ്ടാവില്ല. ആലോചിക്കേണ്ട കാര്യമില്ല. വിൽപത്രമുണ്ടല്ലോ. പിന്നീട് എന്തൊക്കെ ചെയ്യണമോ അത് അവർ ചെയ്തോട്ടെ. പിന്നെ അതുകൊണ്ട് ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ ആർക്ക് എന്തെഴുതി വെച്ചിരിക്കുന്നു എന്ന പ്രശ്നമുണ്ടാവില്ല. വിൽപത്രപ്രകാരം എല്ലാം താനേ നടന്നുകൊള്ളും. അവർക്ക് മനസ്സിലാവും. ആ, വിൽപത്രത്തിൽ അവരുടെ പേരുണ്ടാവാൻ എല്ലാ സഹായങ്ങളും ചെയ്തോളൂ. മനസ്സിലായില്ലേ? ഇത് ലളിതമാണ്. വിദ്യാസമ്പന്നരായ നമ്മുടെ ഭാരതീയർ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പഠിച്ചറിവുള്ളവർ ഇതെങ്കിലും ചെയ്യൂ. നിങ്ങളുടെ ടെൻഷൻ കുറഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ മരിക്കുന്നവരെക്കാൾ ബാക്കിയുള്ളവർക്കായിരിക്കും പ്രശ്നം കൂടുതൽ.